കുറേ പേർക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മെഡിസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാനായിട്ട് ഓരോ ക്യാപ്സ്യൂളിൻ്റെ നെയിം കൊണ്ടുവന്നിട്ടിട്ട് അവസാനം അത് മേടിച്ച് കഴിക്കുമോ അല്ലെങ്കിൽ അത് മേടിച്ചിട്ട് യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ മാക്സിമം ആ ടാബ്ലറ്റിനെ കുറിച്ചിട്ട് പറയാതിരുന്നത്. ആ ടാബ്ലറ്റ് എന്തിനു വേണ്ടിയായിരിക്കും, നമ്മൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും, ആക്നെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ആ പേര് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ ഇത്ര നാളായിട്ട് ആ പേര് പറയാത്തതും ആ ക്യാപ്സ്യൂളിനെ കുറിച്ചിട്ട് സംസാരിക്കാത്തതും. ഓക്കെ, അപ്പം ഞാൻ ഇന്നെന്തായാലും പറയാൻ വെക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് പറയാം. എല്ലാവരും ഭയങ്കരന്മാരാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ ആക്നെ പോകാനുള്ള മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് നല്ലപോലെ റിസർച്ച് ചെയ്ത് എല്ലാവർക്കും അറിയാം. എങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിലും ഞാൻ പറയാം, നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ വഴി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ട് ഇത്രയും നാളെ ഞാൻ പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പം ഐസോട്രെറ്റിനോട് പറഞ്ഞ ടാബ്ലറ്റിനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരുണ്ടോ? അറിയുന്നവരുണ്ടാവും, അറിയാത്തവർ എന്നാലും ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടു പേർക്കും പറ്റിയൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ മെഡിസിൻ നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ മെഡിസിൻ ഇല്ല. ഇപ്പം ഞാൻ മെഡിസിൻ നിർത്തിയിട്ട് ഒരു 2 ഇയേഴ്സിൻ്റെ അടുത്താവുന്നു. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് പോയി നോക്കിയാൽ അറിയാം. ഞാൻ എൻ്റെ ആക്നെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നതിലൊക്കെ ഞാൻ ആ ഒരു ടാബ്ലറ്റ് എടുത്തിരുന്നു, ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. ആക്നെ ട്രീറ്റ്മെൻറ്റ് 6 മന്തോളം ചെയ്തായിരുന്നു എന്ന് ഞാൻ പിന്നെയും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ടാബ്ലറ്റ് ഐസോട്രെറ്റിനോട് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആയിരുന്നു. ഞാനൊരു 6 മാസം വരെ ആ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഡോസേജ് 20, പിന്നെ പിമ്പിൾ, എനിക്ക് ആക്നെ ഒരുപാട് സിവിയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാ ഡോസേജ് ആയിട്ട് ഞാനൊരു പകുതി കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി ഒരു 6 മന്ത് എബോവ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഈ ടാബ്ലറ്റിൻ്റെ ഉപകാരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാ ഡോക്ടേഴ്സും എല്ലാവർക്കും എല്ലാ പേഷ്യൻറ്റിനും ആക്നെ പ്രശ്നം വരുന്ന എല്ലാവർക്കും കൊടുക്കാറില്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിമ്പിൾസ്, വിട്ടുമാറാത്ത ആക്നെ, ഓയിലി ആയിട്ട് വരുന്ന ആക്നെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം എപ്പോഴും ഡോക്ടേഴ്സ് അസിത്രമൈസിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് നമുക്ക് തരാറ്. അപ്പം അസിത്രമൈസിൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെയുള്ള പിമ്പിൾസ് നമുക്ക് പോവുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും ആ പിമ്പിൾസ് എഗെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ലോങ് ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഡെയിലി കഴിക്കാൻ തരുന്ന ഒരു ടാബ്ലറ്റാണ് ഐസോട്രെറ്റിനോയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട്, ഗുണമുണ്ട്, ദോഷവും ഉണ്ടെന്ന് പറയുന്നില്ലേ. അപ്പോൾ ദോഷം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഗുണം എന്ന് പറയുന്നത് ആകെ ഒന്നുള്ളൂ, നമ്മൾ ആക്നെ മാറി കിട്ടുന്നത്. എല്ലാവർക്കും അത് തന്നെയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അതെടുത്ത് കഴിക്കും. ബട്ട് നമ്മൾ ഒരിക്കലും ഡോക്ടേഴ്സിനെ കാണാതെ ഒരിക്കലും ഈ ടാബ്ലറ്റ്സ് എടുക്കരുത്. അപ്പോൾ ഞാൻ അത് തന്നെ ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരിക്കലും ഐസോട്രെറ്റിനോയിഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഡോക്ടേഴ്സിനെ കാണാതെ നമ്മൾ എടുക്കരുത്. നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് ഒരിക്കലും കഴിക്കരുത് കേട്ടോ. അതിനതിനായിട്ടുള്ള നല്ലപോലെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ പേഷ്യൻറ്റിനും ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കില്ല. പിന്നെ ഈ മെഡിസിൻ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 1-2 മാസം നല്ല പോലെ ചിലപ്പോൾ പിമ്പിൾസ് ക്ലിയർ വന്നേക്കാം. റയറിൽ ഇപ്പോൾ ഓൾറെഡി ആക്നെ ഉണ്ടെങ്കിൽ ഈ മെഡിസിൻ എടുക്കുമ്പം ഒന്നും കൂടെ എന്താവാം, ആക്നെ വിസിബിൾ ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതൊരു പോയിന്റാണ്, അത് അതിൻ്റെ ഒരു ചെറിയ സൈഡ് എഫക്റ്റ് ആണ്. സെക്കൻഡ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, കല്യാണം കഴിഞ്ഞു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പ്രഗ്നൻസി വേണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രൊട്ടക്ഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ മെഡിസിൻ ഒരിക്കലും കഴിക്കാതിരിക്കുക. ആഫ്റ്റർ ബേബി വന്നേ പിന്നെയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പ്രഗ്നൻസി ഉള്ളവർ, പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ എന്താ പറയുക കോണ്ടാക്റ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബേബിക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഇത് കാരണം വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മെഡിസിൻ എടുത്ത് എൻ്റെ കല്യാണത്തിൻ്റെ 1-2 മാസം മുന്നേ തന്നെ ഡോക്ടർ എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ഡോക്ടർ നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെയായിരുന്നു ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ മെഡിസിൻ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പം ബേബി ആയി കഴിഞ്ഞ് കുഞ്ഞിന് ഫീഡിങ് ഉള്ളവരാണെങ്കിലും ദയവ് ചെയ്തിട്ട് ഈ മെഡിസിൻ എടുക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ഡോക്ടറെ അടുത്ത്, ഈ റയർ ഡോക്ടേഴ്സ് മാത്രമേ ഈ മെഡിസിനൊക്കെ തരുള്ളൂ, എല്ലാവരും തരത്തില്ല. അപ്പോൾ ഈ മെഡിസിൻ തരുന്ന ഡോക്ടേഴ്സിനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞിരിക്കുക. പിമ്പിൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ഹൈഡ് ചെയ്യരുത്. അപ്പോൾ മാരീഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഈ മെഡിസിൻ എടുക്കുമ്പം സ്കിന്ന്, ലിപ്പ് നല്ലപോലെ ഡ്രൈ ആവും, നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. നമ്മൾ ഇത് കഴിയുമ്പോഴേക്കും
നമുക്ക് നല്ല ഡ്രൈനെസ് ആവും, നമ്മുടെ ഓയിൽ കണ്ടന്റ് ബോഡിയിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. മീൻസ് എന്താ ഞാനിപ്പോൾ പറയുക, നമ്മുടെ ബോഡിയിലെ ഓയിൽ കണ്ടന്റ് കുറയ്ക്കുക, ഉള്ളിൽ നിന്ന് തന്നെ റെഡ്യൂസ് ചെയ്യുക, പിമ്പിൾ വരാതെ ആക്കുക. അപ്പം ആ ഒരു ടൈപ്സ് ഓഫ് ക്യാപ്സ്യൂളാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഓയിൽനെസ് കുറയുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ലിപ്പ് നന്നായിട്ട് പൊട്ടും കേട്ടോ, ക്രാക്ക്ഡ് ആവും. അപ്പോൾ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും, എനിക്കൊന്നും മോയ്സ്ചറൈസറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 months അല്ലെങ്കിൽ 1 month തന്നെ നമ്മൾ എന്താ പറയുക മെഡിസിൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ ലിവർ ഫംഗ്ഷൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പം ലിവറിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിയും അതുപോലെ ലിവർ ഫംഗ്ഷൻസിൻ്റെ ഇത് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ലിവറിൽ എന്താ പറയുക ലിവറിൽ പ്രശ്നങ്ങൾ വരാൻ ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് ലിവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ലൈറ്റായിട്ട് ലിവർ ഫംഗ്ഷനിൽ കുറച്ച് വേരിയേഷൻ വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, കാരണം ഞാൻ 2 മെഡിസിൻ ഡോസ് എടുത്തിട്ടുണ്ട്. 40 mg ഡോസാണ് ഞാൻ എടുത്തത്. അപ്പം എനിക്ക് എന്താ പറയുക എനിക്ക് ലിവർ ഫംഗ്ഷനിൽ ഇത്തിരി വേരിയേഷൻ വന്നപ്പം എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറിനെ അപ്പോൾ തന്നെ പോയി കണ്ടു. ഇങ്ങനെ പുള്ളി പറയും ലിവർ ഫംഗ്ഷൻ ചെക്ക് ചെയ്യണം എന്നുള്ളത് പറയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, ലൈറ്റായിട്ടുള്ള മാറ്റമുള്ളൂ, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ ലിവർ എന്തായാലും അടിച്ചു പോയില്ല എന്നുള്ള സമാധാനമായി. പിന്നെ പിമ്പിൾസ് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു 2 months ഒക്കെ ചിലപ്പോൾ നന്നായിട്ട് ഫ്ലെയർ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിമ്പിൾസ് മാറും. പിമ്പിൾസ് ഇത് മാത്രം കഴിച്ച് നമ്മൾ പിമ്പിൾസ് മാറണമെന്നില്ല. അതിൻ്റെ ഓയിൽമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് എന്താ പറയുക നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഡോക്ടർ തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പീലിംഗ് ചെയ്യാം, ലേസർ പീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള പീലിംഗ് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എനിക്ക് ആക്നെയുടെ ഒരു ചെറിയ എഫക്റ്റീവ് ഉള്ള ഒരു പീലിംഗ് മാത്രമാണ് ചെയ്തത്. അതും ഡോക്ടർ ചെയ്യാൻ കാരണം എനിക്ക് എൻ്റെ കല്യാണം അടുപ്പിച്ച പെണ്ണ് കാണലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ പിമ്പിൾസ് അങ്ങ് ഭയങ്കരമായിരുന്നു. ഞാൻ ഇവരോട് ഫോട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്ക് കഠിനമായ പിമ്പിൾസ് ആയിരുന്നു. അപ്പം ഞാൻ അത് കാരണം ഡോക്ടർ എന്താക്കി, പണ്ടത്തെ പോലെ ഭയങ്കര ചറ പറയാതെ സംസാരിക്കാൻ പറ്റുന്നില്ല. ബേബി ഗ്രോയിങ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഡോക്ടർ പീലിംഗ് ചെയ്യുക. എനിക്ക് മണ്ടത്തരം പറ്റിയത്, ഞാൻ കാലിക്കറ്റ് പണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് എനിക്ക് ഐസോട്രറ്റിനോട് മരുന്ന് തരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസ്റ്റർബ് ആയെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് തന്നപാടും അങ്ങനെ ഒരു ഹെവി പീലിംഗ് ചെയ്തപ്പോഴേക്കും എനിക്ക് നേരെ ഓപ്പോസിറ്റായി, സൈഡ് എഫക്റ്റ് ആയി. പിമ്പിൾസ് കൂടി. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം, ഈ സൈഡിൽ എവിടെയെങ്കിലും ഫോട്ടോ കൊടുക്കാം. അതികഠിനമായ രീതിയിൽ ഭയങ്കര സീനായിട്ട് പെയിൻഫുള്ളായിട്ടാണ് എനിക്ക് പിമ്പിൾസ് കൂടിയത്. ഇപ്പോൾ ഈ മെഡിസിൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെവി ആയിട്ടുള്ള പീലിംഗ്, ഹെവി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള പീലിംഗ്, ലേസർ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ പൈസ മാത്രം എക്സ്പെക്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത നല്ല സ്കിൻ ഡോക്ടർ, നല്ല വിവരമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ പറഞ്ഞില്ല പൈസ ആവശ്യമില്ലാതെ, പൈസ മീൻസ് പൈസയ്ക്ക് ആർത്തിയില്ലാത്ത നല്ല ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് പോയിട്ട് തലവെച്ച് കൊടുക്കരുത്. ഈ ഐസോട്രറ്റിനോട് മെഡിസിൻ എടുക്കുമ്പോൾ ഒന്ന് സ്വന്തമായിട്ട് എടുക്കാതിരിക്കുക, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. രണ്ടാമത്തേത് ഈ പീലിംഗ്, ലേസർ കാര്യങ്ങൾ ഹെവി ആയിട്ട് മുഖത്തൊന്നും ചെയ്യാതിരിക്കുക. ഓൾറെഡി നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പം നമ്മുടെ സ്കിന്നിൽ ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വീണ്ടും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് പണി വളരാൻ ചാൻസ് ഉണ്ട്. നല്ല പിമ്പിൾസ് വരും. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ചോറിയും ചോണ്ണങ്ങും പിടിച്ച പോലെയോ അത് നമ്മൾ ഭയങ്കര മെൻ്റലി ഒന്നും ഇല്ലാണ്ടായി പോകും. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്കിതാരും പറഞ്ഞു തരല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഞാൻ ഇത്രയും കോൺഫിഡൻസോട് വന്ന് സംസാരിക്കുന്നത് തന്നെ ഞാൻ ശരിക്കും പഠിച്ചു സ്കിന്നിനെ കുറിച്ച്. അങ്ങനെ എല്ലാം പഠിച്ചെന്നല്ല പറഞ്ഞത്, കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യെല്ലോ പീലിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ നല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ്, നല്ല കുറവുള്ള ലെസ് ആയിട്ടുള്ള പീലിംഗ് ഡോക്ടേഴ്സ് ചെയ്തു തരും. അത് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പിമ്പിൾസ് നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. ആഫ്റ്റർ ഈ മെഡിസിൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിമ്പിൾസ് വരില്ല. എനിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഹോർമോൺ ചേഞ്ചിൽ അല്ലറ ചില്ലറ നമ്മുടെ ഈ ജോലയിലൊക്കെ വന്ന് ഇവിടെ നെറ്റിയിലൊക്കെ വന്നിട്ടാണെങ്കിൽ പോലും അത് പോവാറുണ്ട്. അത് ഞാൻ വലിയ കൺസേൺ ചെയ്യുന്നില്ല. അത് നോർമൽ പിമ്പിൾസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വെറീഡ് ആവാറില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഐസോട്രറ്റിനോടിനെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഈ മെഡിസിൻ മേടിച്ച് കഴിക്കാതിരിക്കുക. ഡോക്ടറെ കാണിക്കുക, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. പിന്നെ അതെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ലിവർ ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി കാര്യങ്ങൾ, ബേബി ഫീഡിങ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം അല്ല, അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. സൈഡ് എഫക്റ്റ് ഒരുപാട് ഉണ്ട് കേട്ടോ.
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മെഡിസിൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ലിപ്പ് നല്ല മോയ്സ്ചറൈസറായി വെക്കുന്ന നല്ല ലിപ് ബാം യൂസ് ചെയ്യുക. ദേഗയുടെ ഒക്കെ ആണെങ്കിലും മതി, നല്ലതാണ് അത്. നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം ഒക്കെ കുറച്ച് നല്ലതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ അതൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസ്ലിൻ യൂസ് ചെയ്താലും മതി. വാസ്ലിനോ അല്ലെങ്കിൽ ഇത് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു നല്ല ലിപ് ബാം, അല്ലെങ്കിൽ ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ബട്ടറോ, സോൾട്ടഡ് അല്ലാത്ത ബട്ടർ ആണെങ്കിലും തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം എന്താ, അതൊക്കെയാണ് ഈ മെഡിസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. ഇഷ്ടമുള്ള പോലെ പോയിട്ട് ഇതൊക്കെ മേടിച്ച് കഴിക്കാതിരിക്കുക, പണി കിട്ടും കേട്ടോ. അപ്പോൾ ഫീലിങ്ങിൻ്റെ ഇതിനൊക്കെ കാര്യങ്ങൾ ഏകദേശം ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുറേ നാളായി ഈ വീഡിയോ ചെയ്യണമെന്നായിരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും ഞാനായിട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ പേരൊക്കെ കൊണ്ടുവന്ന് യൂട്യൂബിൽ ഇട്ടിട്ട് ചുമ്മാ എനിക്ക് കുറേ വ്യൂ കിട്ടിയിട്ട് കാര്യമില്ല. അതൊക്കെ കേട്ടിട്ട് പല ആൾക്കാരും എല്ലാവരും എനിക്ക് ഉറപ്പാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തെ നമ്മൾ ഈ പിമ്പിൾ പോകാൻ വേണ്ടി എന്തു ചെയ്യും. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്ക് റൈറ്റായിട്ട് ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് അത് മസ്റ്റാണ്. അത് നല്ല അറിവുള്ള ഡോക്ടേഴ്സ് പോകാമെന്നല്ലാതെ കള്ള ഡോക്ടേഴ്സ് ഇപ്പോൾ ഒരുപാടുണ്ട്. കള്ളത്തരമായിട്ടുള്ള ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും അതിൽ പോയി പെടാതിരിക്കുക കേട്ടോ. നല്ല ഡോക്ടേഴ്സിന് മാക്സിമം നമ്മളൊന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഓക്കെ ഇത് ഓക്കെയാണ്, എന്താ പറയുക, കുറേ കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുന്ന ഫുൾ കോസ്മെറ്റിക് പരിപാടികൾ ചെയ്തു കൊടുക്കുന്ന സൗന്ദര്യവർദ്ധകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓവർ ചെയ്തു കൊടുക്കുന്ന അവിടെ പോയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് മാക്സിമം ചെയ്യാതിരിക്കുക. നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ പുതിയ ആൾക്കാരെ കാണിക്കുന്നതായിരിക്കും നല്ലത്. പഴയ ആൾക്കാർക്ക് മേ ബി അവരുടെ ചിലർ ഒന്നും കൂടെ ബെറ്റർ ഓപ്ഷനായിട്ട് സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആലോചിച്ചും കണ്ടും നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിമ്പിൾ വന്നാലേ അതൊക്കെ പൊക്കോളും. അത് നമുക്ക് പോകാനായിട്ടുള്ള എന്താ പറയുക, അതിന് സമയമുണ്ട്, അല്ലെങ്കിൽ അത് പോകും. അപ്പോൾ വെറീഡ് ആവാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കുറച്ചധികം സംസാരിച്ചു തോന്നുന്നു. എനിക്ക് എൻ്റെ ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഹെൽത്തി ഉണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുക. തോന്നിയ പോലെ മരുന്ന് വാങ്ങി കഴിക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയി. ബോറടിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.